അങ്ങനെ നമ്മൾ മലയൊക്കെ കയറി ടോപ്പ് ഓഫ് യൂറോപ്പിലെത്തിയിരിക്കുന്നു. ഈ ചെങ്ങായിയാണ് മല കയറുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയതിൻ്റെ ഇനീഷ്യേറ്റർ. നമ്മൾ ശരിക്കും മഞ്ഞുമല കാണാൻ പോകണതാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ മഞ്ഞുമലേനെ കുറിച്ചൊക്കെ കൂടുതൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂട്ടി വന്നുകൊണ്ടിരുന്നു. കാരണം നമ്മൾ കാണാൻ പോകുന്ന സാധനത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ കുറേ ആയി ഇങ്ങനെ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂവിങ് വാക്ക് വേ ഒക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. കാരണം നടന്ന് നമ്മുടെ ഊപ്പാട് തിരിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷെ എന്തായാലും ദ എൻഡ് റിസൾട്ട് വിൽ ബി ഗുഡ് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ക്രൗഡിനെ ഫോളോ ചെയ്ത് നടക്കുകയാണ്. എൻ്റെ പൊന്നടാവേ, നമ്മളിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഐസിൻ്റെ അകത്ത് വന്ന് കയറി. ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഐസ്, ഫുൾ ഐസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തേക്കടെ ഇങ്ങനെ തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ടേക്കുക. നമ്മൾ ഇതിൻ്റെ അകത്തേക്കടെ വേണം നടന്നു പോകാൻ. എങ്ങോടെ പോകണേന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിനെ ഫോളോ ചെയ്ത് അങ്ങ് പോവാണ്. ഐസിലൊന്ന് തൊട്ട് നോക്കണം എന്ന് തോന്നി. ഞാൻ തൊട്ട് നോക്കി. എൻ്റെ പൊന്നടി, ആ കൈയൊക്കെ മരയ്ക്കുന്ന രീതിയിലുള്ള തണുപ്പ്. പിന്നെ ഇത് ഇതിൽ കൂടെ നടക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം തറയിലും ഐസാണ്, നമ്മുടെ കാലിൽ തന്നെ. നമ്മളിങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ ഈ ഐസിൽ ഇങ്ങനെ മീനിനെ വെട്ടി വെക്കുക. അതേപോലെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ള ഐസ് മൊത്തം വെട്ടി കീറി ഇവര് ഇതേപോലെ പെൻഗിന് ഇഗ്ലുവിനെയൊക്കെ ഇങ്ങനെ ഐസിൽ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തണുപ്പ് തോന്നിയത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തു. ഇത് ശരിക്കും നമുക്കൊരു ഇഗ്ലുവിന്റെ ഒക്കെ അകത്ത് കയറിയാലുള്ള ഫീലാണ്. നമ്മളങ്ങനെ മഞ്ഞുമല കാണാൻ നിന്നിട്ട് ഇപ്പൊ ഐസിന്റെ അകത്തായിപ്പോയി.